ഹായ് ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിവണോ വേണ്ടതെന്ന് ആലോചിച്ച് എല്ലാം പറക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നുണ്ട് ഗായ്സ്. ഷീറ്റുകൾ കഴിവാനുള്ള തയ്യാറെടുപ്പ് 1 മണിയൊട്ടം കണ്ട് കഴിവണമെന്നും പറഞ്ഞിരുന്നതാണ് ഗായ്സ്. ഇതേവരെ കഴിവിയിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കൂലി കൊടുത്ത് കഴിവിക്കുകയാണ് ഗൈസ്. നമ്മുടെ അലക്ക് എല്ലാം കൂലി മാത്രമേ അവള് ചെയ്യാറുള്ളൂ. ഇപ്പൊ എന്തുവാ നീ മേടിക്കാൻ പോന്നെ? KFC 15 പീസ് KFC ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ പോവുകയാണ് അവൾ. അപ്പം ഗൈസ്, ഇത് നമുക്കിതൊക്കെ കഴുകാനുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് ഗൈസ്. മഴ പെയ്തായിരുന്നു, ഇവിടെ ഒന്നും വൃത്തിയാക്കാൻ പറ്റിയില്ലായിരുന്നു ഗൈസ്. ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ കഴുകി കഴിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം ഗൈസ്. അപ്പോൾ അതാ കഴുകാൻ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ നടന്ന് മന്ദം നടന്നു വരുന്നുണ്ട് ഗൈസ്. ഇത്രയും കണ്ടുകൊണ്ട് ഇനി ഇത് മാത്രമല്ല, ഇനി ബാക്കി വരാൻ കിടക്കോ ഒരട്ടി ഇനി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വൃത്തിയാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി ഇരുട്ടും. അതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഗൈസ്. അപ്പോൾ തുടങ്ങിക്കോ, അംഗം തുടങ്ങിക്കോ. അപ്പോൾ തുടങ്ങാം. അയ്യോ, അമ്മ ദൈവസിദ്ധിയായിട്ട് ഇതൊക്കെ അമ്മ പറഞ്ഞായിരുന്നു പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. നീ കഴിച്ചോ? എനിക്കും കൊച്ചിനും വേണ്ട. ചീനിയുടെ ഈ തളിരല ഇല്ലേ, കിളിച്ചു വരുന്ന തളിരല, അത് വെച്ചൊക്കെ പണ്ട് തോരൻ വെച്ചിട്ടുണ്ടെന്ന്. അതും ഇല്ല, തോരൻ കാട്ടിയാതിയാണ് ഗൈസ്. പട്ടിക്കാട്ടിലുള്ള സ്ഥലമാണ്. പിന്നെ മാമ്പുഴ സിറ്റി നമ്മുടെ സിറ്റി വന്നിട്ട് പട്ടിക്കാട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പറയും. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് എപ്പോഴും ബസ് ചുമ്മാ ഗൈസ്. ഞാൻ ഒരു ദിവസം ഒരു 7:30 ആയപ്പോൾ എന്നോ ഒരു 7:30 ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് ആളെ വിളിക്കേണ്ട വന്ന് എനിക്ക് തിരിച്ച് അവിടെ നിന്ന് ഇവിടെ വരാൻ വേണ്ടി. അതെ, അതൊരു സ്ഥലമാണ്. കണ്ട് മെനഞ്ഞാന്ന് രാത്രി ഞങ്ങൾ കണ്ട്. അങ്ങോട്ട് ഒരൊറ്റ വണ്ടിയില്ലായിരുന്നു. അത് എവിടുന്നാ? തിരുവനന്തപുരത്ത് നിന്ന് കണ്ട് കറങ്ങി വന്ന ഏതോ ഒരു വണ്ടി, ഏതോ ഒരു വണ്ടി കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എത്ര നേരം നിന്നിട്ടൊരു ബസ് പോലും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടുന്ന് കാറിൽ അവിടെ പോകേണ്ട വന്നു. അപ്പം ഗൈസ്, നമ്മൾ കഴുകി കഴിഞ്ഞ് ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ അവളുടെ മൂഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി കുറച്ച് കഴിയുമ്പോൾ ഓഫറുകളൊക്കെ വരും. ഇനി ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ മാവ് പീച്ചക്ക ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ ഓക്കെ, തുടങ്ങിക്കോ, അംഗം തുടങ്ങാം. ഗൈസ്, നമ്മളെ തുണി എഴുതലെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തറയിലിട്ട് കഴിഞ്ഞ് കഴുകിയ തുണി ഗൈസ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗം. ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തുണി കഴുകിയിട്ട് മഴയാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ കിടന്നോളും. പിന്നെ ആകെയുള്ള ശല്യം കാക്ക അതിൻ്റെ ഓളയിൽ വന്നിരിക്കും. ഇത് കണ്ടോ ഗൈസ്, കഴുകിയിട്ട് അതിൻ്റെ മേളിൽ. ഇതാണ്. ഇപ്പോൾ മഴ തുടങ്ങി. നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു പട്ടി നിന്ന് കാണിക്കുന്നുണ്ട് ഗൈസ്. മതിലേ കയറുന്നുണ്ടോ? ചാടി. ഇപ്പുറത്തെ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ചാടിയിട്ടുണ്ട്.
ഈ സൈഡിൽ ചീനിയുടെയൊക്കെ കൃഷിയാണ്. ചീനി, ചേന, ചേമ്പൊക്കെയാണ്. ഇത് റോഡാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇച്ചിരി കാടൊക്കെ ആയതുകൊണ്ട് അറിയാൻ പറ്റാത്തത്. കാടല്ല, മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതാണ് റോഡ്. ഓക്കെ, ഇത് നമ്മുടെ കുടുംബ വീടാണ്. ഈ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പ്ലാവ് പറഞ്ഞ നിൽപ്പുണ്ട്. അതാ തുണിയെല്ലാം കഴുകി കഴിഞ്ഞ്. ബാക്കി ഇപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഇനി കഴുകാനുള്ള അടുത്തത് ഇതാണ്. ഇത് കഴുകിയതായിരുന്നു, പക്ഷേ ഈ മൊത്തം കാക്ക വന്ന് അതിൻ്റെ അത് ചെളിയൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ മേളിലൊക്കെ ചവിട്ടി വെച്ചിരിക്കുക. ജാക്കറ്റൊക്കെ കഴുകിയതിൻ്റെ വിഷമത്തിൽ. അപ്പോൾ നമ്മളിനി തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് ബാക്കി. ഇപ്പോൾ കഴിച്ച് നല്ല മഴയുടെ ഒരു അന്തരീക്ഷമുണ്ട്. മഴ പൊടിക്കുന്നുണ്ട്, കാറ്റുമുണ്ട് നല്ല. ഇവിടെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല കാറ്റാണ്. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ ഇവിടെ വന്നിരിക്കാറില്ല. ഞങ്ങൾ ചിലപ്പോഴൊക്കെ വരാറുള്ളൂ ഇങ്ങോട്ട്, തുണിയൊക്കെ വിരിച്ചിടാനും. അല്ലാതെ ഇങ്ങോട്ട് മേപ്പോട്ട് അങ്ങനെ കയറി വരത്തില്ല. അല്ലെങ്കിൽ അവളും കൂടെ മോളും കൂടെ കയറി വരും. അതുകൊണ്ടാണ്. അപ്പം ഗായ്സ്, ഇനി ഒരു ചായയൊക്കെ കുടിക്കണം, തുണിയൊക്കെ വിരിച്ചിട്ടിട്ട്. എന്നിട്ട് എഴുത്താണി കേക്ക് ഉണ്ട് ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ. ഞങ്ങളുടെ എഴുത്താണി കേക്ക് തിന്നുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എഴുത്താണി കേക്ക് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മളിന്ന് വാങ്ങിയിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ച് ഒരു കേക്ക് കഴിച്ച്. പാല് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഫുഡ് ഇന്ന് ഞങ്ങളങ്ങ് പുറത്തുനിന്ന് വാങ്ങിയ ഗൈസ്. ഇവിടെ ഇവർക്ക് വയ്യ, ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് വേണ്ട, വയ്യാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളിന്ന് പുറത്തുനിന്ന് അങ്ങ് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഞാനായിട്ട് കിടക്കുന്നതല്ല കേട്ടോ. ഇത് ഒരാളൊന്ന് കഴുകി അന്നേരം ഇട്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് മാറിയേനെ. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് കഴുകാൻ നിൽക്കും. അപ്പം ഗൈസ്, ഞങ്ങളിതൊന്ന് വിരിച്ചൊക്കെ ഇട്ടിട്ട് ബാക്കി വീഡിയോ. ഗൈസ്, നമ്മൾ തുണിയെല്ലാം എന്താണ്ട് വിരിച്ച് തീരാനായി. ഇനി നമ്മൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി താഴെ ചെന്നൊരു ചായയൊക്കെ കുടിക്കാം. വെട്ടക്കുറവുണ്ട് ഗൈസ്. ലൈറ്റ് ഇട്ടില്ലായിരുന്നില്ല. അല്ല, ഇനിയിപ്പോൾ താഴോട്ട് പോലെ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഷെഡൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് തുണി എത്ര മഴ പെയ്താലും വലിയ കുഴപ്പമില്ല. ആകെയുള്ള ശല്യം കാക്ക വന്നിരുന്നു. ഇതെല്ലാം വീണ്ടും ചവിട്ടി അഴുക്കാം. അതിൻ്റെ കാൽപ്പാടായിരിക്കും ഫുള്ള്. വേറെ ഇതായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല മഴ പെയ്താലൊന്നും. അപ്പോൾ നമുക്കിനി താഴോട്ട് ചെന്നൊരു ചായയും കൂടെ കുടിച്ച് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ എഴുത്താണി കേക്ക്. നമ്മളിടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് അവിടെ ചെല്ലുമ്പോഴൊക്കെ. എങ്ങനെയുണ്ടോ ഇന്നത്തെ കേക്ക്? അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. എഴുത്താണി ഫേവറേറ്റ് വെട്ട് കേക്ക് എന്ന് പറയും. അപ്പോൾ അവിടെ കേക്ക് മാത്രമല്ല, മട്ടൻ കറിയും സ്പെഷ്യലാണ്. അതല്ല, ഒരുവിധം കൊല്ലത്ത് വരുന്നവരെല്ലാവരും എഴുത്താണി വന്ന് കയറി ഈ വെട്ട് കേക്കോ മട്ടനോ ഒക്കെ കഴിക്കാതെ പോകാറില്ല. അപ്പം ഗൈസ്, അപ്പോൾ ഇനി ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ചായയും കൂടെ കുടിക്കുക, കേക്ക് കഴിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ഞങ്ങൾ ചെയ്യില്ല, 2 ദിവസത്തിനകത്തേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളിലൂടെ നമ്മളെ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും പറയാനുണ്ടോടി? ഒന്നും പറയാനില്ലേ? അവളുടെ കുളി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി എനിക്ക് കുളിക്കണം. ഇതാ വരുന്ന അടുത്ത ആള്. അപ്പം ഒരാൾ അപ്പുറത്തായിരുന്നു, അവിടെ കളിക്കാനൊക്കെ പോയിട്ട് വന്ന് നല്ല മുട്ടായൊക്കെ തിന്ന് വരുന്നു. അപ്പം ഞങ്ങളിനി ചായയൊക്കെ കുടിക്കത്തില്ലയോ? അപ്പം എല്ലാവർക്കും ടാറ്റ കൊടുത്തരാം. ടാറ്റാ.